വിഷുവിന് കണി കാണുന്ന എന്താ? കൃഷ്ണനെ അല്ല, വെള്ളരിക്ക, ചക്ക, മാങ്ങ അല്ലെ, വിത്തുകളാണ്. നവധാന്യങ്ങൾ കണി കാണുന്നു. ആ വിത്തിന്റെ ഉത്സവം വിഷു. കൃഷി ചെയ്തിട്ട് കൊയ്തെടുക്കുമ്പോ കൊയ്ത്തിന്റെ ഉത്സവമാണ് ഓണം. അതാണ് ഒക്ടോബർ 1 വയോജനങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നാട്ടിലൊരു മാഷ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക. അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ മാഷ് എന്ത് ചെയ്തു? അതിനൊരു നല്ല പഴഞ്ചൊല്ല് ഉദാഹരണം പറഞ്ഞു കൊടുത്തു. പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കും, പക്ഷെ പച്ചപ്ലാവിലി ഒരു കാലം പഴുക്കുമെന്ന് ഓർക്കണ്ടേ അത് എന്ന് മാഷ് പറഞ്ഞു കൊടുത്തു. അല്ലേ, എല്ലാരും പഴുത്ത് വീഴുമല്ലോ. അപ്പൊ ഒരു കുട്ടി ഒരു സംശയം, മാഷെ പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കാതെ നിന്നാ പഴുക്കാതെ നിൽക്കുവോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലത്. ചിരിക്കുക. കരഞ്ഞുകൊണ്ട് ജനിക്കുന്നു, കരയിച്ചുകൊണ്ട് മരിക്കുന്നു നമ്മളല്ലേ. ജനിച്ച ഉടനെ കരച്ചല്, മരിച്ച ഉടനെ ബാക്കിയുള്ള ആള് കരച്ചല് അല്ലേ. പക്ഷേ കരയാനല്ല മനുഷ്യൻ നിന്നെ ഈ ഭൂമിയിലേക്ക് നയിച്ചത്. കരഞ്ഞുകൊണ്ടുകൊണ്ട് എന്ത് ഗുണം? മഹാഭാരതം എഴുതിയ വ്യാസനെ അറിയാവോ? വ്യാസൻ മഹാഭാരത യുദ്ധം കണ്ടിട്ട് നിലവിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഊർധ്വബാഹുർ വിരമ്യേഷ നച കിഞ്ചിൽ ശൃണോതി മേ. തലയിൽ കൈവച്ചലറി കരഞ്ഞിട്ടും ഇവരാരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ എന്നാൽ. കരഞ്ഞതുകൊണ്ട് ലോകത്തൊരു നേട്ടവുമില്ല. കരയേണ്ടത് എന്തിനാ? കരയേണ്ടത് സമയത്ത് കരയണം. പക്ഷേ അത് നമ്മുടെ ദുഃഖം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് സമാധാനിക്കാനാണ് കരയത്. അല്ലാതെ കരഞ്ഞതുകൊണ്ട് ലോകത്ത് കരയുന്ന കുട്ടിക്കേ എരയുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്.